ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. കഴിഞ്ഞ തവണ ഗോൾ സെറ്റിങ്ങിന്റെ ഒക്കെ ഒരു ഇതുണ്ടായിരുന്നല്ലേ, സാറും റിയാസ് സാറും കൂടി ഒരുമിച്ച്. അതില് നമ്മള് ഫസ്റ്റ് തന്നെ നമുക്കൊരു ഡിഫൈൻ ക്ലാരിറ്റി വേണം, നമുക്ക് എന്ത് വേണം എന്നുള്ളതിനെ കുറിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പോഴും എന്ത്, എങ്ങനെ, എവിടെ, എങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോഴും മുമ്പിൽ. എന്താ നിങ്ങളുടെ ഗോൾ എന്താണ്? എനിക്ക് ഒരു ജോബ് സെറ്റ് ചെയ്യണം എന്നതാണ് ഫസ്റ്റ്. നിങ്ങൾക്ക് ജോബ്? യെസ്. ഓക്കെ, അതിന്റെ ക്വാളിറ്റി നിങ്ങളടുത്ത്? ഞാൻ MBA ഗ്രാജുവേറ്റ്. യെസ് ഒന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെ അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ നിങ്ങളുടെ അടുത്ത്? യെസ്, ഞാൻ കാപ്പബിൾ ആണ്. ഓക്കെ, അതിന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് അതിന് മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ള ക്വാളിഫിക്കേഷൻ ആണോ നിങ്ങളുടെ അടുത്തുള്ളത്? അതെ. ഓക്കെ, അതിന് എക്സ്പീരിയൻസ് ഉണ്ടോ? ഞാൻ പഠിച്ചതിലല്ല എനിക്ക് എക്സ്പീരിയൻസ്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക, എന്റെ ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങളെ സംസാരിക്കാൻ സമ്മതിക്കാത്ത എന്ന് വെച്ചാൽ നിങ്ങൾ ട്രാക്ക് ഔട്ട് ആവാതിരിക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്ത് ജോബാ കിട്ടുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലുണ്ടോ? എന്ത് ജോബാ എനിക്ക് വേണ്ടത് മനസ്സിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഒരു മനുഷ്യർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഒരു മനുഷ്യൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്ത് ജോബ്, എന്ത് വേണമെന്നുള്ളത് മനസ്സിലില്ലെങ്കിൽ ആർക്കും തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ഇഫ് യു ഡു നോട്ട് നോ ദ എൻഡ് ഇൻ മൈൻഡ്, ഇഫ് യു ഡു നോട്ട് സ്റ്റാർട്ട് വിത്ത് എൻഡ് ഇൻ മൈൻഡ്, ഇഫ് യു ഡു നോട്ട് നോ ദ വൈ ഇൻ മൈൻഡ്, ദെൻ യു കാൻറ്റ് ഗോ. എത്ര പേർക്ക് മനസ്സിലായി? എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ആദ്യം നമ്മൾ എൻഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഹൗ മെനി ഓഫ് യു ഗോട്ട് സേ ഗോട്ട് ജി എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ എവിടെയാണ് പോകേണ്ടതെന്നുള്ള, നിങ്ങൾ ഒരു യാത്ര ചെയ്യുമ്പോൾ ആദ്യം എങ്ങോട്ടാ പോകണമെന്ന് നോക്കിയിട്ടില്ല പിന്നെ യാത്ര ചെയ്യില്ല നിങ്ങൾ? അതെ, ശരിയല്ലേ? ട്രെയിനിൽ കയറിയിട്ട് ട്രെയിൻ എങ്ങോട്ടേക്കും കൊണ്ടുപോയി ഞാൻ അങ്ങോട്ട് പോകുന്നു പറഞ്ഞ് പോവോ നിങ്ങൾ? ഇല്ല. ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം ടിക്കറ്റ് ദുബായിലേക്കുള്ള ടിക്കറ്റ് അല്ലെങ്കിൽ ആഫ്രിക്കയിലേക്കുള്ള ടിക്കറ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾ ഫ്ലൈറ്റിൽ കയറാം. അതെ. ഇപ്പൊ നിങ്ങൾ ഫ്ലൈറ്റിൽ കയറാൻ റെഡിയാണ്, പക്ഷെ എങ്ങോട്ടാ കൊണ്ടുപോകണമെന്ന് നിങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടാ. അപ്പൊ ഒന്നും കൂടെ ഞാൻ ചോദിക്കാം. ഓക്കെ, റിലാക്സ് ചെയ്തിട്ട് നിങ്ങൾ പറയാം എന്താവാനാണ് ആഗ്രഹം. വാട്ട് ഈസ് ദാറ്റ് യു വാണ്ട് ടു ബി? ഞാൻ ട്രാവൽ കൺസൾട്ടന്റ് ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ആ ചോദ്യം എനിക്ക് താല്പര്യമില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഒന്നും കൂടെ കേൾക്കുക ശരിക്ക്. നിങ്ങൾക്ക് എന്താവാനാണ് താല്പര്യം? വാട്ട് ഈസ് ദാറ്റ് യു വാണ്ട് ടു ബി? അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളെ എക്സ്പീരിയൻസ് ഞാൻ ചോദിച്ചില്ലേ. വാട്ട് ഈസ് ദാറ്റ് യു വാണ്ട് ടു ബി? യു ടെൽ മീ. ട്രാവൽ കൺസൾട്ടന്റ്. ട്രാവൽ കൺസൾട്ടന്റ്. ഓക്കെ, ട്രാവൽ കൺസൾട്ടന്റ് എവിടെ? ട്രാവൽ ഏജൻസിയിലാണോ, അല്ലെങ്കിൽ എയർപോർട്ടിലാണോ, അല്ലെങ്കിൽ എയർലൈനിലാണോ, എന്തില്ലേ? ഏജൻസിയിലാണ്. സോറി, ഏജൻസിയിൽ. ഓക്കെ, ലെറ്റ് മീ റിപ്പീറ്റ് ദാറ്റ്. അപ്പോൾ ഒരു ട്രാവൽ ഏജൻസിയിൽ പാക്കേജിങ്, ടൂർ, ഓപ്പറേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാവൽ കൺസൾട്ടൻസി ആവാനാണ് നിങ്ങൾക്ക് ആഗ്രഹം. ഇസ് ദാറ്റ് കറക്റ്റ്? ഓക്കെ, നമ്പർ 1. നമ്പർ 2, അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ? യെസ്. ഏതാ ക്വാളിഫിക്കേഷൻ? ഞാന് MBA ആണ് കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതും ഞാൻ അതിലാണ്. ഏതിലാണ്? ട്രാവൽ കൺസൾട്ടന്റ് ആയിട്ടുള്ളതാണ് ഞാൻ ജോബ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതിൽ എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങൾ MBA ചെയ്തിട്ടുണ്ട്. നിങ്ങൾ IATA ചെയ്തിട്ടുണ്ടോ? IATA ചെയ്തിട്ടില്ല. ഓക്കെ, IATA സ്റ്റാൻഡേർഡ് ചെയ്തിട്ടുണ്ടോ? IATA കൺസൾട്ടന്റ് ചെയ്തിട്ടുണ്ടോ? IATA ബേസ് ചെയ്തിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് നിങ്ങൾ വർക്ക് ചെയ്തു. നിങ്ങൾ എവിടെ വർക്ക് ചെയ്തു അല്ലേ? യെസ്. എത്ര കാലം വർക്ക് ചെയ്തു അവിടെ? ഞാൻ അപ്രോക്സ് 2 വർഷത്തോളം ഞാൻ 2 വർഷം. ഓക്കെ, ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ? ഞാന് ഇപ്പൊ കുറച്ചായിട്ടുള്ള ഇവിടുന്ന് ഇറങ്ങിയിട്ട്, ഞാൻ പുറത്തു പോകാൻ വേണ്ടിട്ട് ഇറങ്ങിയതായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ജോബ് എവിടെ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയിലാണോ പുറത്താണോ? ഞാൻ പുറത്താണ് ഉദ്ദേശിക്കുന്നത്, ശരിയല്ലേ? അപ്പൊ അവിടെ എന്തുകൊണ്ട്, ഇപ്പൊ ഞാനാന്ന് വിചാരിക്കാം, ഞാനൊരു ട്രാവൽ കൺസൾട്ടന്റ് ആണെന്ന് വിചാരിക്കാം ഗൾഫിൽ. ഞാൻ എന്തുകൊണ്ട് നിങ്ങൾ എടുക്കും? 3 കാര്യം പറയോ എന്തുകൊണ്ട് ഞാൻ നിങ്ങൾ എടുക്കും എന്നുള്ളത്. ഞാന് അവിടെ പോയ സമയത്ത് ഒരുപാട് ട്രൈ ചെയ്തു. അല്ല, അതൊന്നും ചോദിച്ചു. ക്വസ്റ്റ്യൻ ഫോക്കസ് ഓൺ മൈ ക്വസ്റ്റ്യൻ. ഞാനാണ് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. ഞാൻ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളെ 3 ക്വാളിറ്റി? ഞാൻ എടുക്കണം എന്നുള്ള ക്വാളിറ്റി നിങ്ങൾ എന്താ ഉള്ളത്? എനിക്കൊന്ന് ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഞാൻ കസ്റ്റമറായിട്ട് നല്ല ഡീലിംഗ് വെക്കുന്നുണ്ട് എന്ന് ആണ്
എന്റെ അടുത്ത് പറഞ്ഞ എന്റെ കൊളീഗ്സ് ആണെങ്കിലും സാർ ആണെങ്കിലും ഉം. എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അതാണ്. അപ്പൊ ഓക്കെ, നമ്പർ അതന്നെ ടു നമ്പർ ടു നമ്പർ ടു പിന്നെ നമുക്കൊരു ടാർഗറ്റ് തന്നു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് അത് അച്ചീവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പുതുതായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് ഉം. ആ കമ്പനിക്ക് വേണ്ടിയിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ഓക്കെ, നമ്പർ ത്രീ എന്റെ 100% എനിക്ക് അതിൽ ഇടാൻ കഴിയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സി വിയിൽ, നിങ്ങളുടെ ബയോഡേറ്റയിൽ, നിങ്ങളുടെ റെസ്യൂമിയിൽ നിങ്ങൾ അച്ചീവ് ചെയ്ത ടാർഗറ്റ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിരുന്ന വർക്കുകൾ ഞാൻ അതല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ അച്ചീവ്മെന്റ്സ്. നിങ്ങളിപ്പം പറഞ്ഞില്ലേ, ഇപ്പൊ 2 സെക്കൻഡ് മുമ്പ് പറഞ്ഞു നിങ്ങൾ അച്ചീവ് ചെയ്ത് ടാർഗറ്റ് അച്ചീവ് ചെയ്തെന്നൊക്കെ പറഞ്ഞു അല്ലേ? അത് നിങ്ങൾ അതിൽ എഴുതിക്കണോ? അത് എഴുതാതെ എങ്ങനെ നിങ്ങളെ പറ്റി എനിക്ക് അറിയാം. നിങ്ങൾ ആദ്യം ഒരു ഇന്റർവ്യൂവിന് വിളിക്കണമെന്നുണ്ടെങ്കിൽ എത്ര പേർക്ക് മനസ്സിലുണ്ടാവും? നിങ്ങൾ ആദ്യം ഞാൻ ഒരു ഇന്റർവ്യൂവിന് വിളിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളെ റെസ്യൂമെ എനിക്ക് അയച്ചു തരണ്ടേ? ആ റെസ്യൂമെ ഞാൻ തുറന്ന് നോക്കണ്ടേ? ആ റെസ്യൂമിൽ ആദ്യത്തെ 3 സെക്കൻഡ് ഞാൻ പറഞ്ഞുതരാം. കാരണം ഞാൻ ട്രാവൽ ഇൻഡസ്ട്രിയിൽ നിന്നാണ് വരുന്നത്, എയർലൈൻ ഇൻഡസ്ട്രിയിൽ നിന്ന് ഞാൻ വരുന്നത്. അപ്പോൾ എനിക്കറിയാം എത്രയോ ആൾക്കാർ ഞങ്ങൾ റിജക്ട് ചെയ്യുന്നത്. ആദ്യത്തെ 3 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ സി വിയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എഴുതിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ MBA എല്ലാം ചെയ്ത് ബാക്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എടുക്കാൻ പോകണില്ല. വിത്ത് മീ? അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്നോട് പറഞ്ഞ് ഇപ്പോൾ 2-3 സെക്കൻഡ് മുമ്പ് എന്താണോ പറഞ്ഞത് അത് നിങ്ങൾ സി വിയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ? ഇന്ന വർഷം ഇന്ന ടാർഗറ്റ് ആയിരുന്നു ഞാൻ അച്ചീവ് ചെയ്ത്, ഇന്ന വർഷം ഇത് ടാർഗറ്റ് അച്ചീവ് ചെയ്തു, ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് സർവീസ് അവാർഡ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റുമോ? അത്ര വലിയൊരു ട്രാവൽ ഏജൻസി ആയിരുന്നില്ല, അത് കാരണം അങ്ങനെ ഒരു അച്ചീവ്മെന്റ്സ് എന്ന രീതിയിൽ ഇതാക്കിയിട്ടുണ്ടായിരുന്നില്ല അവര്. ഓക്കെ, ഇനി 3 കാര്യങ്ങൾ പറയാം എന്തുകൊണ്ട് ഞാൻ നിങ്ങൾ എടുക്കൂല എന്നുള്ളത്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഫിറ്റ് അല്ല. 3 കാര്യങ്ങൾ പറയാം എന്താണ് നിങ്ങളിലുള്ള കുറവ്, വീക്ക്നെസ്. സോ ഐ ഡോണ്ട് ടേക്ക് യു. ഒന്ന് സാർ ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ സിവിയില് മേ ബി മെൻഷൻ ചെയ്യാത്തത് എന്റെ ഒരു വീക്ക് പോയിന്റ് ആവാം. ദെൻ നിങ്ങൾ ഇന്റർവ്യൂവിന് വന്നു വിചാരിക്കും, ഞാൻ വിളിച്ചു, നിങ്ങൾ ഇന്റർവ്യൂവിന് വന്നു, പക്ഷേ ഞാൻ നിങ്ങളെ ഇന്റർവ്യൂവിന് ശേഷം ഞാൻ പറഞ്ഞു യു വാണ്ട് ഫിറ്റ്. എന്തായിരിക്കും 3 കാര്യങ്ങൾ ഞാൻ നിങ്ങൾ എടുക്കാത്തതിന് 3 കാരണങ്ങൾ? Why won't I take you into my team? ഞാൻ പെട്ടെന്ന് ടെൻഷൻ മേ ബി പെട്ടെന്ന് ടെൻഷൻ വരുന്ന ടൈപ്പാണ്. അപ്പോ ഷിവർ ചെയ്യും. അപ്പൊ നിങ്ങൾ ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണില്ല. അതിന്റെ അർത്ഥം നിങ്ങൾ കോൺഫിഡൻസ് ഇല്ല എന്നാ അതിന്റെ അർത്ഥം. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഫുൾ ഓൺലൈൻ ത്രൂ ആയിരുന്നു. നമുക്ക് കസ്റ്റമേഴ്സ് ഫുള്ള് ഫേസ് ടു ഫേസ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, എന്റെ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ഇപ്പോഴും തന്നിട്ടില്ല. എന്തായിരിക്കും 3 കാര്യങ്ങൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണേ ഞാൻ എടുക്കാത്തതിന്? 3 കാര്യങ്ങൾ. എന്റെ ഡ്രസ്സിംഗ് അപ്പിയറൻസ് ഞാനൊന്ന് ചേഞ്ച് ചെയ്യും. ഓക്കെ, നമ്പർ 2. ദെൻ കുറച്ചുകൂടി ബോൾഡ് ആയിട്ടുള്ള രീതിയിൽ ഞാൻ പ്രസന്റ് ചെയ്യും. ഓക്കെ, നമ്പർ 3. Number 3. Then blank. One more. നിങ്ങളിപ്പോൾ ഇന്റർവ്യൂ പങ്കെടുക്കുന്നത്, എന്നായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾ ഇന്റർവ്യൂ പോലെ തന്നെ. ഇവിടെ എത്രയോ ആൾക്കാരുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇമാജിൻ ദാറ്റ് ദിറ്റ്സ് ആൻ ഇന്റർവ്യൂ. നിങ്ങൾ ഇങ്ങനെ ആൻസർ തരുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്റർവ്യൂവിൽ പാസ് ആവും. ദ ആൻസർ ഇസ് നോ, absolutely no, because you're wasting the time. Is that right? So tell me what's the third thing that you can, that you feel that's your weakness? എനിക്ക് പ്രോപ്പറായിട്ട് ടൈമിൽ ചിലപ്പോൾ എനിക്ക് ആൻസർ ചെയ്യാൻ കഴിയാറില്ല. മീൻസ് നമ്മള് ഇപ്പൊ സാർ എന്നോട് ചോദിക്കുന്നില്ലേ, പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് മേ ബി ചില സമയത്ത് എനിക്ക് കിട്ടാറില്ല. ഓക്കെ, ഇപ്പൊ മനസ്സിലായി. നിങ്ങൾ ഡ്രസ്സിങ്ങിനെ പറ്റി പറഞ്ഞു, ബോൾഡ് ആണെന്ന് പറഞ്ഞു, ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ അടുത്ത ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഡെവലപ്പ് ചെയ്യേണ്ട 3 കാര്യങ്ങൾ എന്താ? നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ലാത്തതും ഡെവലപ്പ് ചെയ്യണമെന്ന് നിങ്ങൾ ഇതും കൂടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു കൺസൾട്ടൻറ്റ് ആവാൻ പറ്റുന്നുള്ള, ഒരു ട്രാവൽ കൺസൾട്ടൻ്റ് ആവാൻ പറ്റുന്നുള്ള. എന്താ, വാട്ട് ആർ ദ 3 things that you have to develop and grow and excel? ഒന്ന് നമ്മള് ഒന്നുകൂടി ഡ്രസ്സിങ് ഒന്നുകൂടി സെറ്റ് ആക്കിയിട്ട് നമ്മളിപ്പോ ഓക്കെ, നമ്പർ 2 നമുക്ക് ക്ലിയർ ചെയ്യണമല്ലോ. ഓക്കെ, നമ്പർ 2.
നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഇപ്പോ ഓക്കെ മിററിലൊക്കെ നോക്കി നന്നായിട്ട് പ്രിപ്പയർ ഓക്കെ ചെയ്തതിന് അത് ശേഷം ഫസ്റ്റ് ഗ്രൂമിങ്ങിൻ്റെ പാർട്ടാണ്. അത് ഗ്രൂമിങ്ങിൻ്റെ പാർട്ട്. നമ്പർ ടു എന്താണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം, നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം, അപ്സ്കിൽ ചെയ്യണം, വാല്യൂബിൾ ആക്കണം. എന്താണത്? നിങ്ങൾ ഈ ഡ്രസ്സും നിങ്ങൾ ഈ ഗ്രൂമിങ്ങും ഡ്രസ്സിങ്ങും മാത്രം മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് കിട്ടുമോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. കിട്ടുമോ? എനിക്കറിയില്ല. നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയും വേണ്ട. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഡ്രസ്സിങ് മാത്രം മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഗൾഫ് കൺട്രിയിൽ ജോബ് കിട്ടുമോ? നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ പറഞ്ഞു. അത് മാത്രം മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് കിട്ടുമോ? ലാംഗ്വേജ് കാര്യങ്ങളൊന്നും ഓക്കെ. ഇമ്പ്രൂവ് ചെയ്യാൻ ഇപ്പോഴാണ് നിങ്ങൾ പിടുത്തം തരുന്നത്. ലാംഗ്വേജ് എന്ത് ലാംഗ്വേജ്? ഇംഗ്ലീഷ് ആണോ, മറാഠി ആണോ, ഹിന്ദി ആണോ, അറബിക് ആണോ, എന്താണ്? ഇംഗ്ലീഷ് ഒന്നുകൂടി ഒന്ന് ഓക്കെ. അതിനെന്താ സെറ്റ് ചെയ്യാൻ പറ്റുക? ആവാനുണ്ട് അത് സെറ്റ് ആവില്ല. എങ്ങനെയാണ് സെറ്റാക്കാൻ പറ്റുക? സെറ്റാക്കാൻ ആഗ്രഹമുണ്ടോ? സെറ്റാക്കാൻ ആഗ്രഹമുണ്ടോ? ഇംഗ്ലീഷ് സെറ്റാക്കാൻ ആഗ്രഹം. എത്ര പേർക്ക് ഇവിടെ ഇംഗ്ലീഷ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കണേ, എത്ര പേർക്ക് ഇവിടെ ഇംഗ്ലീഷ് സെറ്റാക്കാൻ, ഞാൻ സെറ്റ് എന്നുള്ള നിങ്ങൾ പദാർത്ഥം യൂസ് ചെയ്യണേ, എത്ര പേർക്ക് ഇംഗ്ലീഷ് സെറ്റാക്കാൻ ആഗ്രഹമുണ്ട്? ഞങ്ങൾ ഒരു 25 ആൾക്കാർക്ക് ഞങ്ങൾ സെറ്റാക്കാൻ പോകുന്നുണ്ട് അടുത്ത ഫെബ്രുവരിയിൽ. എത്ര പേർക്ക് വേണം? ഞാൻ നോക്കട്ടെ, ചാറ്റ് നോക്കട്ടെ. ഓക്കെ, അവിടെ ഞാനായിരിക്കും ഇൻസ്ട്രക്ടർ. ഓക്കെ, ഞാനായിരിക്കും ഇൻസ്ട്രക്ടർ, പേടിക്കണ്ട. ഞാനായിരിക്കും എൻ്റെ ഒപ്പം വേറെ ഒരു ടീം മെമ്പർ, ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് കോച്ചസ്. ഓക്കെ, ആരൊക്കെ റെഡിയാണ്? ഓക്കെ, റെഡി ആയിട്ടുള്ള എല്ലാവരും ആരൊക്കെ റെഡിയാണ്? 5,999 റുപ്യാണ് ഫീസ്. ഒരു മാസത്തെ കോഴ്സാണ്. ഞാൻ ഇവിടെ കോഴ്സ് വിൽക്കാൻ വേണ്ടി ഉദ്ദേശിച്ചല്ല. 5,999. ആർക്കെന്നെ താല്പര്യമില്ല, 20 ആളെടുക്കണം ഞാൻ. ആർക്കെന്നെ താല്പര്യമുള്ളത് എൻ്റെ മൊബൈൽ നമ്പറിലേക്ക്, ഓക്കെ, എൻ്റെ മൊബൈൽ നമ്പർ എഴുതി വെച്ചോളൂ എല്ലാവരും. 99 ടൈപ്പ് മൈ നമ്പർ 9946 1919. ഞാനായിരിക്കും ഇൻസ്ട്രക്ടർ കേട്ടോ. ഞാനും എൻ്റെ ഒരു സ്റ്റുഡൻറ്റും കൂടെ ആയിരിക്കും, വൺ ഓഫ് ദി ബെസ്റ്റ് കോച്ചസ്. ഓക്കെ, 9946. ഓക്കെ, അത് കറക്റ്റ് ആരോട് ഷെയർ ചെയ്തിട്ടുണ്ട്? മൻസൂർ തിരൂർ ഷെയർ ചെയ്തിട്ടുണ്ട്. 9946 46421919. അതിലേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് 500 റുപ്യ അയച്ചു തരാം. ബ്ലോക്ക് ചെയ്യുക സീറ്റ്. ആദ്യം അയച്ചു തരുന്ന 20 ആൾക്ക് അടുത്ത ഫെബ്രുവരിയിലാണ് തുടങ്ങാൻ പോകുന്നത്. വെറും 500 റുപ്യ ഇന്ന് അയച്ചു തരാം. 20 ആൾക്ക് മാത്രം ഒരു ദിവസം ട്രാൻസാക്ഷൻ നടക്കുള്ളൂ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. GPay 20 പേർക്ക് മാത്രം നടക്കുള്ളൂ. ആരാണ് 20 പേര് അയച്ചു തരുന്നത് അവരെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ട് അടുത്ത മാസം ഞങ്ങൾ തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, 5,999 റുപ്പീസാണ് ടോട്ടൽ ഫീസ്. നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടോ? നിങ്ങളാട്ടോ ഇതിൻ്റെ കാരണക്കാര കമ്പനി നിങ്ങളാ. ഓക്കെ, ഇപ്പൊ എന്താ മനസ്സിലായി? നമ്പർ വൺ ഇസ് ഗ്രൂമിങ്. അത് പറയുന്ന പോലെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് മാത്രമേ ആയുള്ളൂ. പിന്നെ അങ്ങോട്ട് എനിക്ക് ഗ്രോ ഉണ്ടായില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചില ഏരിയാസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാണ്ട്. am I right? ചില ഏരിയാസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാണ്ട്. ഒന്ന് നിങ്ങളുടെ ഗ്രൂമിംഗ് ആണ്, രണ്ടാമത്തെ നിങ്ങളുടെ ലാംഗ്വേജ് സ്കില്ലാണ്, മൂന്നാമത്തെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ശരിയല്ലേ? Yes or no? You tell me. Yes. Are you ready to learn something? Do you think that this is going to help you? Yeah. 0 to 10. How confident are you if you learn? ഈ ഫീൽഡ് തന്നെ ഞാൻ സെലക്ട് ചെയ്ത് ഡേ ബൈ ഡേ പുതുതായിട്ട് ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഏത് ഫീൽഡ്? ട്രാവൽ ആൻഡ് ടൂറിസം. നമുക്കിപ്പോ പുതുതായിട്ട് എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും ഇപ്പൊ മാർക്കറ്റിൽ നമ്മൾ പിടിച്ചു വെക്കണേ പുതുതായിട്ട് ഓരോന്ന് ഇറക്കണല്ലോ. അപ്പോ പുറത്തില്ലാത്തതിനെ കുറിച്ചിട്ട് നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് കൊടുക്കണമെങ്കിൽ അതൊരു സ്ഥലത്തിന് ഒരു കസ്റ്റമർ വിടണമെങ്കിൽ നമ്മൾ A to Z പഠിച്ചാൽ മാത്രമല്ല കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. തീർച്ചയായിട്ടും. അതാണ് ഞാൻ നിങ്ങളോട് ആദ്യത്തെ ചോദ്യം ചോദിച്ചത്. നിങ്ങൾ അയാട്ട ചെയ്തിരുന്നത് കാരണം അയാട്ട പഠിപ്പിച്ച നാളെ ഞാൻ അയാട്ടന്റെ ബേസിക്കും അയാട്ടന്റെ കൺസൾട്ടന്റ് പഠിപ്പിച്ച നാളെ അതിന്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു ഞാൻ ലണ്ടനിൽ. അതാണ് ഞാൻ നിങ്ങളോട് ആ ചോദ്യം ചോദിക്കാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ബേസിക് നോളജ് ഉണ്ടായിരിക്കണം ടൂറിസത്തിനെ കുറിച്ചിട്ട്. അത് നിങ്ങൾക്ക് ഇല്ല അവിടെ. നിങ്ങൾ ഏതോ ചെറിയ ട്രാവൽ ഏജൻസിയിൽ ഇതുവരെ വർക്ക് ചെയ്ത്, ശരിയല്ലേ? ശരിയാണോ?
നിങ്ങൾ ചെയ്തിട്ടുള്ള ടൂറിസം ചിലപ്പോൾ ഹജ്ജും ചിലപ്പോൾ ഉംറയും അങ്ങനത്തെ ചില ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സർവീസ് മാത്രമായിരിക്കും നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, ശരിയല്ലേ? അല്ല, ഹജ്ജ് ഉംറ പാക്കേജ് അല്ല, ഇന്റർനാഷണൽ പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്ന ടൂറിസം ട്രാവൽ ഏജൻസി തന്നെയാണ്. പക്ഷെ ചെറിയൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. അവര് അപ്പോൾ കൂടുതൽ കൂടുതൽ ഗ്രോ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക്. അതാണ് സത്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശരിക്കും വെൽതിലേക്ക് പോകാൻ നോക്കണം. യു വിത്ത് മീ? വെൽതിലേക്ക് പോകാൻ നോക്കണം. വെൽതിലേക്കുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എവിടേക്കാണ് വേണ്ടെന്നുള്ളത് നിങ്ങൾ ഇപ്പം തന്നെ ചെയ്ത് വെക്കണം. എന്നാലേ നിങ്ങളുടെ സി വി കാണുമ്പോൾ ആരെങ്കിലും എടുക്കുള്ളൂ. അല്ല, ആരും നിങ്ങൾ സി വി എടുക്കാൻ പോകില്ല. സി വി അല്ല, നിങ്ങൾക്ക് ഈവൻ ഇന്റർവ്യൂ തന്നെ കിട്ടൂല. യു വിത്ത് മീ? നിങ്ങൾ സി വി അത്രയും പവർഫുൾ ആയിരിക്കണം. ആ സി വിയിൽ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത അച്ചീവ്മെന്റ്സ് ഒക്കെ അതിൽ കാണിച്ചിരിക്കണം. നിങ്ങൾ ചെയ്തിട്ടുള്ള ടാർഗറ്റ് എന്തൊക്കെയാണ്, നിങ്ങൾ ചെയ്തിട്ടുള്ള എന്തൊക്കെയാണ് നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുള്ള ഒക്കെ കറക്റ്റായിട്ട് കാണിക്കുക. എങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ. യു വിത്ത് മീ? ഹാപ്പി? ക്ലാരിറ്റി കിട്ടിയപ്പോൾ ഇപ്പൊ അറ്റ്ലീസ്റ്റ് അറിയാലോ ഗോൾ എന്താന്നുള്ളത്. നിങ്ങൾ എന്നെ വെള്ളം കുടിപ്പിച്ചിട്ടോ. Okay. Sorry. No, I'm just kidding. I wish you all the best. Thank you. Thank you very much. Happy, sir. Thank you very much. Thanks a lot. Happy. Sir. Yes, any question? ഒരു 5 minutes. No, ഇല്ല എനിക്ക് എനർജി ഇല്ല. So you can meet me again on Friday. ഫ്രൈഡേ ഞാൻ ഇതേപോലെ സെഷൻ വെക്കും 9 o'clock. അന്ന് എല്ലാവർക്കും വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, ഫ്രൈഡേ ഉണ്ടാവും. അപ്പം ഇന്നേറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വാട്സപ്പ് നമ്പർ ഉണ്ട്. ആ വാട്സപ്പ് നമ്പർ കോളും ചെയ്തിട്ട് ഞാൻ ഒറ്റ കോളും ആര് വിളിച്ചാൽ ഞാൻ ആ ഫോൺ നമ്പർ എടുക്കാറില്ല. മെസ്സേജ് വേണം അയച്ചു കഴിഞ്ഞാൽ ഞാൻ ലിങ്കൊക്കെ തരാം ഈ വെള്ളിയാഴ്ച. സോ ഐ വോണ്ട് ടു താങ്ക് റിയാസ് ഹക്കീം. റിയാസ് ഉണ്ടോ അവിടെ? റിയാസ് ഹക്കീം ആൻഡ് ദ ടീം. ഇന്ന് ഇപ്പോൾ ഈ സെഷൻ നടന്നിട്ടുള്ള ഞാനും റിയാസും കൂടെ ഒരുമിച്ച് നടക്കുന്ന ഹ്യൂമൻ ഹബ് എന്ന് പറഞ്ഞാൽ, ഹ്യൂമൻ ഹബിൽ എല്ലാവരും ഒരു ഹായ് പറയാം. ഹ്യൂമൻസ് ഹബിൽ എല്ലാവരും ഒരു ഹായ് പറയാം. ഹ്യൂമൻസ് ഹബും ഹ്യൂമാക്സും ചേർന്നിട്ടുള്ള നടക്കുന്ന പ്രോഗ്രാമാണത്. ഇതെല്ലാ ബുധനാഴ്ചയുണ്ട്. ഓക്കെ, നിങ്ങൾ ഇതിലെ മെമ്പർ അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മെമ്പർ ആവാം. ഞങ്ങളൊന്നും പ്രോമിസ് ചെയ്യില്ല. ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നു ഞങ്ങൾ പറയില്ല. നിങ്ങൾ ചിലർക്ക് പഠിക്കും, ചിലർ എന്താണ് empty കപ്പായിട്ട് ആരാണ് വരുന്നത് അവരൊക്കെ പഠിക്കും. എല്ലാ ബുധനാഴ്ചയും ഉണ്ടാവും ഇവിടെ ക്ലാസ്. 2-3 ബുധനാഴ്ച ഞങ്ങൾ മിസ് ഔട്ട് ആക്കിയിരിക്കണം. കാരണം ഞങ്ങൾ കുറച്ച് ബിസി ആയിരുന്നു. ഞാനും റിയാസും ബിസി ആയിരുന്നു. സോ ഫ്രം ദിസ് വീക്ക് ഓൺവേർഡ്സ് എവറി വെനസ്ഡേ we love HH നല്ലാരും എഴുതാം. We love HH. I want everyone to write we love Humans Hub. Okay, so this is something that we do absolutely free ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നത്. കാരണം ഞങ്ങൾ രണ്ടാളും ഇൻകം ജനറേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. ഞങ്ങൾ രണ്ടാളും ഹൈ കസ്റ്റമർ ക്ലയൻസ് ഉള്ള വ്യക്തികളാണ്. അപ്പം നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടി, കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഞങ്ങളൊരു ചാരിറ്റി ആയിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. എല്ലാ ബുധനാഴ്ച ഞാൻ അല്ലെങ്കിൽ റിയാസ്, ഞങ്ങൾ രണ്ടിൽ ഒരാൾ അല്ലെങ്കിൽ 2 പേരും കൂടെ ഒരുമിച്ച് വന്നിട്ട് നിങ്ങൾ ആൻസേഴ്സ് ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ട് നിങ്ങളെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാം. ഞങ്ങൾ ഒരു പൈസയും ചാർജ് ചെയ്യില്ല. ഞങ്ങൾ എക്സ്ട്രാ കോഴ്സുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ കോഴ്സ് ഉണ്ടെങ്കിൽ അതിന് ചാർജ് ചെയ്യും. ഓക്കെ, ചിലത് ഹൈ ടിക്കറ്റ് ആയിരിക്കും, ചിലത് ലോ ടിക്കറ്റ് ആയിരിക്കും. പേഴ്സണൽ കോച്ചിങ് ഉണ്ടാവും, ബിസിനസ് കോച്ചിങ് ഉണ്ടാവും, ലീഡർഷിപ്പ് കോച്ചിങ് ഒക്കെ ഉണ്ട്. Okay, so I wish you all the best and I'll see you on Friday. I definitely have one. Yeah. So